നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എന്തൊക്കെയുള്ളതെന്ന് പറയാട്ടോ. ആദ്യം നമുക്ക് പിക്കിളിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ കടുമാങ്ങയാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് വറുത്ത നാരങ്ങ പിക്കിളാണ് എടുത്തിട്ടുള്ളത്. ഇനി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഓലനാണ് കേട്ടോ. ചൊരക്കയും അതുപോലെ തന്നെ മത്തങ്ങയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ ഒരു 5 മിനിറ്റിൽ പണി കഴിയണ അത്ര എളുപ്പത്തിലുള്ള ഒരു ഓലൻ. ബീട്രൂട്ട് പച്ചടി. ഇത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു ചമ്മന്തിയാണ്. തേങ്ങ ചേർക്കാതെ അരയ്ക്കണ ഒരു ചമ്മന്തിയാണ്. കൂടുതൽ പറയണില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കണ സമയത്ത് തന്നെ കണ്ടോളൂ എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ഒഴിച്ചുകൂട്ടാനാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ചുരക്കൊണ്ട് തന്നെയുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. ഓലനാണ് ഉണ്ടാക്കാൻ പോണേ. ഓലൻ എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഓലനല്ല കേട്ടോ. അല്ലാതെ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ കുമ്പളങ്ങ കൊണ്ടൊരു ഓലൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് കുമ്പളങ്ങയ്ക്ക് പകരം നമ്മുടെ കയ്യിലുള്ള കഷ്ണം ചുരക്ക ആയതുകൊണ്ട്, ചുരക്കയും മത്തങ്ങയാണല്ലോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് രണ്ടും എടുത്തു. ചെറിയ കഷ്ണം ചുരക്കയും ചെറിയ കഷ്ണം മത്തങ്ങയും. എന്നിട്ട് ഓലന് അരിയണത് പോലെ ഇതുപോലെ കനം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കൂടി ചേർക്കുകയാണ് കേട്ടോ. ഓലിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഓലിന് വേണ്ടിയിട്ട് വേവിച്ച ചൊരക്കയുടെ കഷ്ണവും മത്തങ്ങയുടെ കഷ്ണവും അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയത്. അപ്പോൾ ഈ ഓലന് ശരിക്കും എരിവ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പണ്ട് പറയുക. ഓലൻ എന്ന് പറഞ്ഞാൽ അധികം വികാരമില്ലാതെ പച്ചമുളക് ചേർക്കാതെ കഷ്ണങ്ങൾ വെറുതെ വേവിച്ചിട്ടുണ്ടാക്കണതാണ്. പക്ഷേ അങ്ങനെയാകുമ്പോൾ കഴിക്കാൻ ഒരു സ്വാദില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പച്ചമുളക് ചേർത്തിട്ടുള്ളത്. പച്ചമുളക് വെന്ത് ആ ഒരു മത്തങ്ങ കഷ്ണത്തിലും ചുരക്ക കഷ്ണത്തിലൊക്കെ അതിൻ്റെ ആ എരിവ് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഓഫാക്കി കഴിഞ്ഞാൽ വേറൊരു പണിയില്ല. കറിവേപ്പില പോലും നമ്മൾ ഓലനിൽ ചേർക്കില്ല. നല്ലോണം 2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഓലനാണിത്. മത്തങ്ങയും അതുപോലെ ചുരക്കയും. ഓലന് വേണ്ടിയിട്ട് നമ്മളെടുത്ത ചെറിയ കഷ്ണം ചുരക്കയുടെയും ചെറിയ കഷ്ണം മത്തങ്ങയുടെയും ഇത് ചോറ് എന്ന് പറയും നമ്മൾ. അതിൻ്റെ ഉള്ളിലുണ്ടാവണ കിളുന്തായിട്ടുള്ള ആ ഒരു കുരുവോട് കൂടിയിട്ടുള്ള ഫ്ലഷ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇവിടെയൊക്കെ അതിന് ചുരക്കയുടെ ചോറ് അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ചോറ്, മത്തൻ്റെ ചോറ് എന്നൊക്കെ പറയും. അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം ചിരണ്ടി എടുത്തത് ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല, കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും പൊട്ടുകടലയും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രൗൺ നിറം ആവണത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നിറം മാറി ബ്രൗൺ നിറം ആവണ സമയത്ത് എരിവിന് വേണ്ടിയിട്ട് 2 വറ്റൽമുളകാണ് ഞാനിപ്പോൾ ചേർക്കണുള്ളൂ. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി ചുരക്കയുടെയും മത്തങ്ങയുടെയും ആ ചോറ്, അല്ലെങ്കിൽ അതിൻ്റെ ഓട് എന്ന് പറയുമല്ലോ നമ്മൾ, ഓടും കുരലും എന്നൊക്കെ പറയില്ല, അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ വിത്തും ചോറും കൂടിയ ഭാഗം കൂടി നമ്മളിതിൽ ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തുണ്ടാവും കേട്ടോ. അടച്ചു വെക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്തുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയുടെ കൂടെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർക്കുകയാണ്. കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി വേണ്ടാന്നുള്ളവർക്ക് വറ്റൽമുളക് തന്നെ ഒരു 3-4 എണ്ണം അളവ് കൂട്ടി എടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഈ ചമ്മന്തിയുടെ പ്രത്യേകത ഇത് തേങ്ങയില്ലാത്ത ചമ്മന്തിയാണ്, അതുപോലെ ഉള്ളി ഒന്നും ചേർക്കാത്ത ചമ്മന്തിയാണ് കേട്ടോ. ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ റെസിപ്പിയാണിത്. ഇതിൽ ഉള്ളിയോ തേങ്ങയോ ഒന്നുമില്ല. 1/2 കപ്പ് അളവിൽ തുവരപ്പരിപ്പ് 2-3 തവണ കഴുകിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത്, ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ചുരക്ക കൂട്ടാനിലേക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് തേങ്ങ, 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെറുകിയതേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം കൊഴുപ്പിന് വേണ്ടിയിട്ട് പരിപ്പാണ് അധികമായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൊഴുപ്പുണ്ടാവും. പിന്നെ തേങ്ങ ഒരുപാട് കുറുകുറാന്ന് ഇങ്ങനെ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 വറ്റൽമുളക് എരിവിന് വേണ്ടി ചേർക്കുകയാണ്. ഇനി ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് അരയ്ക്കാം. എനിക്ക് ജീരകം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. വെറുതെ തേങ്ങയും ഈ ഒരു വറ്റൽമുളകും കൂടി നല്ലോണം മിനിമിനാന്ന് അരച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഞാൻ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു ചുരക്കയുടെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുള്ള ചുരക്കയും അതുപോലെ
ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പരിപ്പുള്ളത് കൊണ്ട് തന്നെ പരിപ്പിൻ്റെ കൂടെ വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, പരിപ്പിൻ്റെ കൂടെ ആ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞിട്ട് പരിപ്പ് ഇങ്ങനെ കാണാതെ, ചിലപ്പോൾ പരിപ്പ് വേറെ വേറെ കണ്ടാൽ അതൊരു സ്വാദില്ല. പരിപ്പ് വെന്തുടഞ്ഞ് അതിൻ്റെ കൂടെ കഷ്ണങ്ങളുടെ കൂടെ ഇതുപോലെ യോജിച്ചിരിക്കുമ്പോഴാണ് കൂട്ടാൻ ഭംഗി ഉണ്ടാവുക, അതുപോലെ സ്വാദും ഉണ്ടാവുക. ഇനി അരച്ചു വെച്ചതും കൂടി ചേർക്കുകയാണ്. നല്ലോണം തിളച്ചിട്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് വറുത്തിടുകയും കൂടി ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, ഇത്രയാണ് വറുത്തിടാനുള്ളൂ. വറുത്തിടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ളൊരു ചൊരക്കക്കൂട്ടൻ. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടത്തരം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ഇപ്പോൾ ചേർക്കണില്ല. ഇത് ആദ്യം ഒന്ന് വെറുതെ വേവിച്ചെടുക്കാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങയിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, പിന്നെ പച്ചടി ആയതുകൊണ്ട് തന്നെ പച്ചക്കടുകാണല്ലോ വേണ്ടത്. 1/4 ടീസ്പൂൺ അളവിൽ പച്ചക്കടുക്. വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കുന്നതിന് പകരം നമ്മളിവിടെ തൈര് തന്നെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിനെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോണത്. ഏകദേശം ഒരു 1/4 ഗ്ലാസ്, സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് അളവിൽ അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ എടുക്കുന്നത്. ഈ ബീട്രൂട്ട് പച്ചടിയിൽ നമ്മളിവിടെ പച്ചക്കടുക് മാത്രമേ ചേർക്കാറുള്ളൂ. പക്ഷെ പലരും ചെറിയ ജീരകവും കൂടി പച്ചടിയിൽ അരയ്ക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പച്ചക്കടുക് മാത്രം, പച്ചമുളകും മാത്രം ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കാറുള്ളത്. ഇനി വേറൊരു ചെറിയ ടിപ്പ് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, ഇതിലേക്ക് ഈ അരപ്പ് ചേർത്താൽ മതി ശരിക്ക്. പക്ഷേ കുറച്ചൊരു കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ടിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്വാദും ഉണ്ടാവും, അതുപോലെ കളറും നന്നായിട്ടുണ്ടായിരിക്കും. ബീട്രൂട്ട് വേവിക്കുമ്പോഴൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അരയ്ക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അരച്ച് വെച്ചത് ആദ്യം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, തേങ്ങ തിളയ്ക്കാനായിട്ട് പാടില്ല, ഒന്ന് പതഞ്ഞ് പൊങ്ങി വരണ ഒരു സമയത്ത് നമുക്ക് തീ ഓഫാക്കണം. തേങ്ങ അരച്ചത് ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്ക്, ഈ പച്ചക്കടുക് അരച്ചതായതുകൊണ്ടാണ് അധികം നമ്മളിങ്ങനെ എന്താ പറയുക തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയണത്. പച്ചക്കടുകിൻ്റെ സ്വാദ് വേറെ രീതിയിലേക്ക് മാറിപ്പോവും. ശരിക്കും ആ പച്ചക്കടുകിൻ്റെ സ്വാദ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും അത് ഓഫാക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലഞ്ച് കോംബോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം.